സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നുള്ള സംഘടന 1925 അല്ലെങ്കിൽ 26 നിലവിൽ വന്ന ഈ സംഘടന അത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ആ സംഘടനകളുടെ പ്രവർത്തനം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ കർണാടകയിൽ അതിന്റെ പ്രവർത്തനം ഇന്നോ ഇന്നലെയോ എത്തിയതല്ല. 1968 അംഗീകരിച്ചൊരു മദ്രസയാണ് നമ്മുടെ ഈ ബണ്ട്വാള താലൂക്കിൽപ്പെട്ട മണൽ എന്ന് പറയുന്ന പ്രദേശം, ഒരു കുഗ്രാമമാണ്. ആ കുഗ്രാമത്തിലുള്ള മദ്രസ 1968 അത് രൂപീകരിച്ചതാണ്. എന്ന് വെച്ചാൽ കുറെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ സമസ്തയിൽ നിന്ന് പിരിഞ്ഞുപോയ പണ്ഡിതന്മാർ 74 സമസ്തയിൽ കയറി വന്നത് എങ്കിൽ അവർ സമസ്തയിലേക്ക് കയറുന്നതിന് എത്രയോ മുമ്പ് തന്നെ അതിന്റെ പ്രവർത്തനങ്ങൾ കർണാടകത്തിന്റെ മൂലമുക്കുകളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് ഇത് വിളിച്ചോതുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നുള്ള സംഘടന അല്ലാഹുവിന്റെ ആരിഫീങ്ങളായ ഔലിയാക്കളും മുത്തഖീങ്ങളും അവരാണ് അതിന് തുടക്കം കുറിച്ചത്. ബഹുമാനപ്പെട്ട ഖുത്ബുസ്സമാൻ വരക്കൽ മുല്ലക്കോയ തങ്ങളെ കൊണ്ട് സ്ഥാപിതമായ ആ സംഘടന അതിൽ അന്നു മുതൽ ഇന്ന് വരേക്കും പ്രവർത്തിച്ചു വരുന്നത് ഔലിയാക്കളും സാദാത്യങ്ങളും മുത്തഖീങ്ങളും സൂഫിവര്യന്മാരുമാണ്. ഐഹികമായ ലോകത്തിന്റെ ആഡംബരങ്ങൾ ആഗ്രഹിക്കാതെ പരലോകം മാത്രം ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന മഹാന്മാരാണ് ആ സമസ്തയുടെ പണ്ഡിതന്മാർ. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയായിരുന്നു ആ സമസ്തയിൽ നീണ്ട വർഷകാലം 40 വർഷകാലം ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ച മഹാവ്യക്തി മഹാനായ ശംസുൽ ഉലമയാണ്. ശംസുൽ ഉലമയുടെ പരിചയം ഈ കർണാടകത്തിന് സമസ്തയിൽ എന്തോ പ്രശ്നമുണ്ടായതിന്റെ ശേഷമുണ്ടായ പരിചയമല്ല, അതിന് എത്രയോ മുമ്പ് തന്നെ ഉണ്ടായ പരിചയമാണ് കർണാടകക്കാർക്ക് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയോടുള്ള പരിചയം. നമുക്കൊക്കെ അറിയില്ല. ഞാൻ അടിയാർ കണ്ണൂർ അബൂബക്കർ ഹാജിയോട് ചോദിച്ചിട്ടുണ്ട് ഒരു സംഭവം. പണ്ട് മംഗലാപുരത്തെ നെഹ്റു മൈതാനിൽ വെച്ചിട്ട് വലിയ ഒരു സംവാദം നടക്കുകയും ജമാഅത്തെ ഇസ്ലാമിയോട് മഹാനായ ശംസുൽ ഉലമ വാദിക്കുകയും എന്നിട്ട് അവരെ പരാജയപ്പെടുത്തുകയും നമുക്ക് 3/4 ഗണ്ട സമയം തരണമെന്നവർ ചോദിച്ചതിന്റെ പേരിൽ 3/4 മണിക്കൂർ സമയം കൊടുത്തിട്ട് പിന്നെ ശംസുൽ ഉലമ അവരെ കാണാതായപ്പോഴേക്ക് ചോദിച്ചു, ആ 3/4 ഗണ്ട എവിടെ പോയടാ എന്ന്. അന്ന് മുതൽക്കാണ് ഈ മൗദൂദികൾക്ക് ഇവിടെ 3/4 ഗണ്ട എന്നുള്ള പേര് വന്നത്. നമ്മുടെ കർണാടകയിൽ മൗദൂദികൾ എന്ന് പറഞ്ഞാലോ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞാലോ പെട്ടെന്നറിയില്ല. വീടുകളിലെ 90 വയസ്സായ പെണ്ണുങ്ങൾക്ക് പോലും അറിയുന്നത് 3/4 ഗണ്ട എന്ന് പറഞ്ഞാൽ മാത്രമാണ്. എന്നാൽ ഈ ഞങ്ങൾക്ക് ജനിക്കുന്നതിന് എത്രയോ മുമ്പാണ് സുന്നത്ത് ജമാഅത്ത് ഇവിടെ ഈ ജമാഅത്തെ ഇസ്ലാമിന്റെ പ്രവർത്തനം ആരംഭിച്ച സമയത്ത് കർണാടകയിൽ അതിനെ ഒതുക്കി വെക്കുകയും 3/4 ഗണ്ട എന്ന് പേര് വെക്കുകയും അവരുടെ ആ പ്രവർത്തനം തുടക്കത്തിൽ തന്നെ അസ്തമിക്കാൻ കാരണമായത് മഹാനായ ശംസുൽ ഉലമയുടെ ആ പ്രസംഗവും ആ വാദപ്രതിവാദവും ആയിരുന്നു എന്നാണ്. ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ അഹ്ലികാരെ സുന്നത്ത് ജമാഅത്തിന്റെ വരയിൽ പിടിച്ചു കെട്ടിയത് മഹാനായ ശംസുൽ ഉലമ തന്നെയാണ്. എന്തിനേറെ പറയും, ഞാൻ ജനിക്കുന്നതിന് മുമ്പ്, എനിക്കിപ്പോഴും 46 വയസ്സായി. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ഇതിന്റെ അടുത്തുള്ള കൊടുങ്കായി എന്ന് പറയുന്ന സ്ഥലത്തൊരു പ്രശ്നമുണ്ടായി. ഇവിടെയുള്ള ചില ആളുകാർ, പാവപ്പെട്ട ആളുകാർ, സിന്നൂർ, അതിന്റെ മാനിനായി ഇപ്പോൾ പറയുന്നില്ല ഏത് ജീവിയാണ് എന്ന് പറഞ്ഞാൽ നാളെ ആരും പിടിച്ച് തിന്നാൻ വേണ്ടി പോകണ്ട. അതുകൊണ്ട് സാമാന്യ ജനങ്ങൾ അറിയുന്നത് വേണം. സിന്നൂർ എന്ന് പറയുന്ന ആ ഒരു ജീവിയെ പിടിച്ചു, അറിയാതെ അത് തിന്നാൻ പറ്റുന്ന ജീവിയാണെന്ന് പറഞ്ഞു അവർ പിടിച്ചു തിന്നു. എവിടെയോ ഘട്ടത്തിൽ പോയിട്ട് പ്രവർത്തിക്കുന്ന സമയത്തായിരുന്നു അത്. നാട്ടിൽ വന്നിട്ട് പള്ളിന്റെ മുക്രിക്കയോട് ചോദിച്ചു, മുക്രിക്ക സിന്നൂർ തിന്നാൻ പറ്റുമോ എന്നവർ ചോദിച്ചു. അപ്പോഴേക്ക് മുക്രിക്ക പറഞ്ഞു, അങ്ങനെ തിന്നിട്ടുണ്ടോ? മുക്രിക്കയോട് ഉസ്താദ് പറഞ്ഞു, അത് അങ്ങനെ ഖൗലുണ്ട് എന്ന് പറഞ്ഞു, അഭിപ്രായമുണ്ട് എന്ന് പറഞ്ഞു. ഈ പ്രശ്നം പറഞ്ഞപ്പോഴേക്ക് ഇവിടെയുള്ള പണ്ഡിതന്മാർ മുഴുവൻ ആ അഭിപ്രായത്തിന് എതിരായി ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് സിന്നൂർ തിന്നാൻ വേണ്ടി പറ്റുമെന്ന്. വലിയ പ്രശ്നമുണ്ടായി, രൂക്ഷമായി. ഇബ്രാഹിം മുസ്ലിയാർ എന്ന് പറഞ്ഞൊരു ഫഖീഹായിരുന്നു അവിടുത്തെ ഖത്തീബ്, ശംസുൽ ഉലമയുടെ ശിഷ്യനായിരുന്നു അദ്ദേഹം. അങ്ങനെ ഒരു അഭിപ്രായമുണ്ടെന്ന് എന്ന് വറച്ചു നിൽക്കുകയും ചെയ്തു.
ആ സമയത്ത് പ്രശ്നം രൂക്ഷമായപ്പോൾ അത് പരിഹാരത്തിന് വേണ്ടി അവസാനം പട്ടിക്കാടിലേക്ക് ചെല്ലുകയും മഹാനായ ശംസുൽ ഉലമയെ കൂട്ടിക്കൊണ്ടുവന്നു. വരുന്നതിന് മുമ്പ് ഇബ്രാഹിം മുസ്ലിയാർ പട്ടിക്കാടിൽ പോയി, അല്ലെങ്കിൽ അതിന് മുമ്പ് എവിടെയോ ദർസ് നടത്തുന്ന സ്ഥലത്ത് മഹാനായ ശംസുൽ ഉലമയെ കണ്ടിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്, എവിടെ നിന്നാണ് എനിക്ക് കിട്ടിയത് എന്ന് മഹാനായ ശംസുൽ ഉലമ ചോദിച്ചു. അത് മഹല്ലി മൂനാജുസിൽ അസഹിന്റെ മുഖാബല അങ്ങനെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. അതുള്ളത് കൊണ്ട് നീ സലാമത്തായി എന്ന് പറഞ്ഞു ശംസുൽ ഉലമ. എന്നിട്ട് ഇവിടെ വരികയും മഹാനായ ശംസുൽ ഉലമയുടെ 3 ദിവസത്തിന്റെ മേൽ കൊടുങ്കായി ജമാഅത്ത് പള്ളിയിൽ നടക്കുകയുണ്ടായി. നമുക്കൊന്നും അറിയില്ല, ഞാൻ ജനിക്കുന്നതിന് മുമ്പാണ് അത്. ആ സമയത്ത് മഹാനായ ശംസുൽ ഉലമ 2 ദിവസത്തിന്റെ മേലും ആ വിഷയം പരാമർശിച്ചില്ല. ആയിരക്കണക്കിൽ ജനങ്ങൾ വന്ന് തടിച്ചുകൂടി. 3-ാമത്തെ ദിവസം മഹാനായ ശംസുൽ ഉലമ പറഞ്ഞു, ഞാനിവിടെ വന്നത് സിന്നൂർ തിന്നതിന്റെ പേരിൽ ഒരു പ്രശ്നമുണ്ട്, അതുണ്ടായിട്ടുണ്ട് എന്നാണ്, ആരോ തിന്നിട്ടുണ്ട് എന്നാണ്, ആ പ്രശ്നം പരിഹരിക്കാനാണ്. ഇവിടെ മഹല്ലുവതിയ കുട്ടികളില്ലേ എന്ന് ചോദിച്ചു. പിന്നെ ചോദിച്ചു, ആരാ സിന്നൂർ തിന്നവർ എഴുന്നേറ്റ് നിൽക്കുന്നവർ? അത് ഭക്ഷിച്ചവർ മുഴുവൻ എഴുന്നേറ്റ് നിന്നു. അപ്പോഴേക്ക് മഹാനായ ശംസുൽ ഉലമ പറഞ്ഞു അവരോട്, നിങ്ങൾ തിന്നത് ഹലാലാണ്, ഇനി തിന്നത് ഹറാമാണ് എന്ന്. പ്രശ്നമോട് അവസാനിച്ച് 2 കൂട്ടർക്കും സമാധാനമായി, തിന്നവർക്കും സമാധാനമായി, പാടില്ല എന്ന് പറയുന്നവർക്കും സമാധാനമായി. ഈ ഒരു പ്രശ്നം ഞങ്ങൾക്ക് ജനിക്കുന്ന ഒരു ജീവി, ഭക്ഷിക്കേണ്ട ഒരു ജീവി, അത് കടിച്ചതിന്റെ പേരിൽ അത് ഹലാലാണോ ഹറാമാണോ എന്ന് ചർച്ച ഉണ്ടായ സമയത്ത് പോലും അതിന്റെ പരിഹാരം കണ്ടെത്തിയിരുന്നത് ഈ കർണാടകക്കാർ മഹാനായ ശംസുൽ ഉലമയിൽ കൂടിയായി. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. أعوذ بكلمات الله التامات من عذابه وعقابه ومن شر عباده ومن همزات الشياطين وأن يحضرون. بسم الله خير الأسماء في الأرض والسماء، الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين برضا الله. أما بعد فأوصيكم أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. صدق الله مولانا العظيم. من أحدث في أمرنا هذا ما ليس منه فهو رد. وصدق رسوله الكريم. വന്യരായ സാദാത്തുക്കളെ, ഉലമാക്കളെ, ഉമറാക്കളെ, വിദ്യാർത്ഥികളെ, സമസ്തയുടെ പ്രവർത്തകരും സഹായികളുമായ സഹോദരന്മാരെ, ഈ മഹത്തായ പരിപാടിയിൽ പങ്കെടുക്കാൻ തൗഫീഖ് തന്ന റബ്ബുൽ ഇസ്സത്തിനെ ആദ്യമായി ഞാൻ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഇതിന് കളമൊരുക്കിയ സംഘാടകരെയും പ്രവർത്തകരെയും സഹായികളെയും ഞാൻ അഭിനന്ദിക്കുകയും അല്ലാഹു തആല 2 വീട്ടിലും അവർക്ക് ഖൈർ പ്രദാനം ചെയ്യട്ടെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട സമസ്തയുടെ വൈസ് പ്രസിഡന്റായിരുന്ന, ഈ ഏരിയയിലൊക്കെ പ്രത്യേകിച്ചും സമസ്തക്ക് നേതൃത്വം നൽകിയിരുന്ന മഹാനായ CM ഉസ്താദ് അവരുടെ ഖബർ ജീവിതം അല്ലാഹു തആല സന്തോഷകരമാക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ കൊലയുടെ പിന്നിലുള്ള വിഷയങ്ങൾ റബ്ബുൽ ഇസ്സത്ത് വെളിച്ചത്ത് കൊണ്ടുവരട്ടെ. ചില ആളുകൾക്കൊക്കെ അതിൽ സമസ്ത പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ല എന്നൊക്കെ സംശയം പ്രകടിപ്പിച്ചിടന്നപ്പോൾ, ഒരു കൊലക്കേസ് സംബന്ധമായിരിക്കുന്ന വിഷയമാകുമ്പോൾ അതിനോട് അനുയോജ്യമായ രീതിയിലുള്ള എല്ലാ ഇടപെടലുകളും ബഹുമാനപ്പെട്ട സമസ്ത അതിൻ്റെ തുടക്കം മുതൽക്ക് തന്നെ ഇപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഫലവത്തായി അല്ലാഹു തആല നമുക്ക്
അനുഭവം